ബിഗ് ബോസിനകത്ത് ഈ ആദിലും നൂറയും ചെന്ന് ശൈത്യയുടെ മിൻസിനെ കയ്യിൽ ചെന്ന് പെട്ടു എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്ന് പറയുന്നത് അവരിങ്ങോട്ട് വന്ന് എന്താണോ പറയുന്നത് അത് കേട്ട് ഇവരങ്ങ് അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ അനുമോളുടെ കൂടെ നടന്നവരാണ് ആരൊക്കെ? ആദിലയും നൂറയും. അനുമോളുടെ മിസ്റ്റേക്കുകൾ നല്ലതുപോലെ അറിയാവുന്നവരാണ് ഇവര്. അപ്പൊ പുതിയതായിട്ട് പുറത്തുനിന്ന് വന്നവര് വന്ന് പറയുന്നത് കേട്ടുകൊണ്ട് തിരിയേണ്ട ആവശ്യം ആദിലയ്ക്കും നൂറയ്ക്കും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇവര് പുറത്തുനിന്ന് വന്നപ്പം ഇവരെ കൺസെപ്റ്റില് പുറത്ത് കണ്ടതും കേട്ടതും അവർക്ക് ശരിയോ തെറ്റോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അത് അകത്ത് വന്നിട്ട് വിളമ്പുമ്പോൾ ഇപ്പം നമ്മളൊരു കാര്യം കാണുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയിലിരിക്കും ഞാൻ എങ്ങനെ അതിനെ വിലയിരുത്തണമെന്നുള്ളത്. അപ്പം ബിൻസിയും ശൈത്യയൊക്കെ പുറത്തുനിന്ന് കണ്ടുവന്നത് അവരവരുടെ കൺസെപ്റ്റിലാണ് അവതരിപ്പിക്കുന്നത്. അത് കേട്ടിട്ട് ആദിലയും നൂറയും കൂടെ ഞങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ആ പ്രതീതി ഉണ്ടാവുന്നതെന്ന് തോന്നി. ഈ പ്രവൃത്തിയും വലിയ മണ്ടത്തരം കാണിക്കുന്നു. ഇപ്പം ഈ ഫൈനൽ ഫിനാലയിലും ഫൈനൽ ഫൈവില് നയനില് സെവനിലുണ്ടെങ്കിലും ഇതിനകത്തുനിന്ന് രണ്ടുപേര് ഏറ്റവും കുറവ് വോട്ടുള്ള രണ്ടുപേര് ആദിലയും നൂറയാണ്. ഇവര് ചെന്ന് ശൈത്യയുടെയും മിൻസിയുടെയും ഒക്കെ കൂട്ടത്തിൽ ചെന്ന് പെട്ടുപോയി. ഇപ്പം ഒരുപാട് ചേർന്ന് ഒരാളെ ഒറ്റയ്ക്ക് ആക്രമിക്കുമ്പോൾ പൊതുവെ എന്ത് ചെയ്യും? അപ്പൊ അയാളോട് സിമ്പതി ആൾക്കാർക്കുണ്ടാവും. അപ്പൊ ഈ ആദിലയും നൂറയും കൂടെ ഇവരുടെ കൂടെ ചേർന്ന് ഇതിന് ചെയ്യുമ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും ഫുൾ നെഗറ്റീവായിട്ട് പുറത്ത് മാറും. മനസ്സിലായി? രണ്ടുപേരും ഭയങ്കര മണ്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ പി ആർ എന്ന് പറയുന്നവർക്ക് എത്ര ശതമാനം വരെ വോട്ട് കൊടുക്കാൻ പറ്റും? കോടിക്കണക്കിന് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? പി ആറുകൾക്ക് ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ വോട്ടൊന്നും ഒരുമിച്ച് പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. കുറച്ച് ആൾക്കാരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റിയെന്ന് വരുതാം. എന്നും പറഞ്ഞ് എല്ലാ വോട്ടുകളും ഇവര് പി ആർ ഒപ്പിച്ചു കൊടുത്തതാണെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും